നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില തിരിച്ചടികളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ഭക്തി അത് സത്യമുള്ളതാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് വരുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ വിധി ഉള്ളതിനാലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ചില തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കുകയോ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായ ചില കാര്യങ്ങൾ വിചാരിച്ച ഫലം നൽകാത്തത് മൂലമുള്ള വിഷമമോ അത്തരത്തിൽ മനസ്സിനെ അലട്ടുന്നതായ ചില വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ചിലർ നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉയരുന്നത് ചിലർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് കാണുന്നു. ഈ സമയം ഭഗവാനിലുള്ള നിങ്ങളുടെ വിശ്വാസം അത് സത്യമുള്ളതിനാൽ തന്നെ അത് നിങ്ങളിൽ നിന്നും, അതായത് ഇത്തരത്തിൽ ആര് തന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും അത് താൽക്കാലിക ഫലം മാത്രമേ അവർക്ക് നൽകൂ എന്നതാണ് വാസ്തവം. അനന്തമായ അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതും വാസ്തവമാണ്. ഒന്നല്ല, മറ്റ് പല കാര്യങ്ങളിലും ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കാം. പലരും നിങ്ങളെ നിഷിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പെരുമാറ്റമോ സംസാരമോ അത് നിങ്ങളുടെ മനസ്സ് നോവിക്കുന്നതായ രീതിയിലാണ്, അല്ലെങ്കിൽ മനസ്സ് പോലും മടുത്തു പോകുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. എന്നാൽ പലരോടും ആ കാര്യങ്ങൾ പുറമെ പറയുന്നില്ല, മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതായും പരാമർശിക്കുവാൻ സാധിക്കും. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശുഭകാര്യങ്ങളുണ്ട് എങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഇനി എന്ത് ചിന്തിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണം എന്ന വ്യക്തമായ ധാരണ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. ഭഗവാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുക. അതായത് മനസ്സ് പോലും വല്ലാതെ മടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മാറ്റം കടന്നു വരുന്നു എന്ന സൂചന തന്നെ വന്നു ചേരുന്നതാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട് ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ പോവുക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സഹായം തേടി വരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഒരു സഹായം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ആശ്വാസം പൂർണ്ണമായും ലഭിക്കാറായോ എന്ന കാര്യത്തിൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷമതകൾ പോലും മനസ്സിലുണ്ട്. പലരെയും അറിയിക്കാത്ത അത്തരം ടെൻഷനുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു വിഷമകരമായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പണത്തിന് വേണ്ടി പല കാര്യങ്ങൾക്കുമായും നിങ്ങൾക്ക് കടം വാങ്ങേണ്ടതായ അത്തരം സാഹചര്യങ്ങൾ, മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി നിൽക്കേണ്ടതായ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. വരവിനെ കുറിച്ച് ഒരു അവലോകനം നടത്തുന്നത് ശുഭകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും മനസ്സ് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും
അവസരങ്ങൾ അത് തീർക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ആശ്വാസകരമായ വാർത്തകൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു തുക ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹ സാഫല്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. മുൻപുണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. വലിയൊരു ഉയർച്ച, മറ്റ് കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പലപ്പോഴും ക്ലാരിറ്റി ലഭിക്കുന്നില്ല എന്നത് ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മോശം കാര്യം തന്നെയാണ്. കാരണം വ്യക്തതയില്ലാതെ പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവിടെയാണ് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ തീർച്ചയായും പണത്തിന്റെ മൂല്യങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. എന്നാൽ പണത്തിന്റെ മൂല്യം മാത്രമല്ല, പല വ്യക്തികളെയും ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നു എന്നതും വാസ്തവമാണ്. കൺമുൻപിൽ ഉണ്ടായിരുന്ന അവസരങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന സമയമാണ് കടന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പണത്തെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്ന് ചേരാവുന്നതാണ്. പ്രതീക്ഷിക്കാത്ത സഹായം ചിലരിൽ നിന്നും ലഭിക്കും എങ്കിലും അതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾക്ക് അതൊരു പുതു ഊർജം നൽകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ്. പല കാര്യങ്ങളിലും ഇല്ലാതിരിക്കുന്ന ആത്മവിശ്വാസം അത് വീണ്ടെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും തുടക്കത്തിൽ വിഷമിച്ചതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുക. അതിനാൽ തുടക്കത്തിൽ ചില ആശങ്കകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് താൽക്കാലികമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ചിന്തകളെ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ചിന്തകൾ മൂലം നിങ്ങൾ അബദ്ധത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അകപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം ഒരു പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇത് മനസ്സിലാക്കുവാൻ നിങ്ങൾ അല്പം കാലതാമസം എടുത്തു എങ്കിലും അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. ശരിയായ സമയത്ത് ശരിയായ സന്ദർഭത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പല അനുകൂല സാഹചര്യങ്ങളും സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ആവശ്യമായ വിശ്രമം എടുത്ത് മുന്നോട്ട് പോകണം. ഈ സമയം ലാഭം ലഭിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ഭഗവാൻ ഒപ്പമുള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചതിക്കാൻ വരുന്ന വ്യക്തികളെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് മനസ്സിലാക്കുവാനും ശത്രുവിനെ എപ്രകാരം നിങ്ങൾക്ക് തരണം ചെയ്യാം എന്ന വ്യക്തമായ ബോധ്യവും നിങ്ങളിലേക്ക് കടന്നു വരാം. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും.